ഇന്ന് നമുക്ക് ഇന്നലെ മധുരമുള്ള കൂഴച്ചക്കപ്പഴം കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂച്ച പുഴുങ്ങിയത്. ചിരിക്കണ്ട, നമ്മുടെ നാട്ടിൽ ഇതിനെ ഇങ്ങനെയും പറയാറുണ്ട് കേട്ടോ. കോട്ടയം സൈഡിൽ ഇതിനെ കുമ്പിളപ്പം എന്നൊക്കെ പറയും. ഇനി നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ഇതിന് വേണ്ടത് ഇടനേലയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ. ബിക്കോസ് നമ്മുടെ അടയ്ക്കുന്നൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഇലയാട്ടോ. പിന്നെ നമുക്ക് ചക്കപ്പഴം വേണം, ശർക്കര വേണം, തേങ്ങ വേണം, ജീരകം വേണം. പിന്നെ ഇത് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുവാണ് ചെയ്യുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ, മഴയൊക്കെ ഇങ്ങനെ പെയ്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതും കട്ടൻ കാപ്പിയും കൂടെ മമ്മി ഉണ്ടാക്കി തരും. ആ സമയത്ത് ഈ ഒരു കോമ്പിനേഷൻ എന്താ ടേസ്റ്റാണെന്നറിയാമോ? നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മഴയൊക്കെ പെയ്തിരിക്കുമ്പം. പിന്നെ ഈ ഇല എല്ലായിടത്തും കോമൺ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഇലയിൽ ഇത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റായിട്ടുള്ള കാര്യം. പിന്നെ ഇത് ചക്കപ്പഴമാണ്. മറ്റ് പഴം വെച്ച് ഞാനിത് കണ്ടിട്ടുണ്ട്, പക്ഷേ ചക്കപ്പഴത്തിലുണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.